ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അവൻ പറഞ്ഞു. താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കാറുണ്ട്? കുഞ്ഞിലെ നോക്കായിരുന്നു, ഇപ്പം അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പ്രേമം അഭിനയിച്ചാലും പരത്തി അടിക്കാനൊക്കെ അറിയാം, നന്നായിട്ട് അറിയാം. നന്നായിട്ട് മോശം പറഞ്ഞോ? വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുവാണ്. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വളരെ മോശം. പോയിക്കോളൂ നിങ്ങളെന്ന്. എനിക്ക് സമയമുണ്ട്, എനിക്ക് സമയം പോയി. എനിക്ക് സമയമില്ല വെയിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ വിട്ടോ. നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആരെങ്കിലും സഹായിച്ചാൽ, അതായത് ആരെങ്കിലും ബുദ്ധിമുട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കാൻ നമ്മളെല്ലാവരും തന്നെ അവിടെ ഓടിച്ചെല്ലുകയും അവർക്ക് വേണ്ടുന്ന സഹായം നൽകാൻ തയ്യാറാവുകയും ചെയ്യും. നമ്മളെ കയ്യിലില്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ചാലും അവരെ സഹായിക്കാൻ നമ്മൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും അഭിമാനിക്കുന്ന കാര്യം തന്നെയാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ അങ്ങനെ സഹായിച്ചതിന് ശേഷം പിന്നീട് അവർ ജീവിതകാലം മുഴുവനും എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ഭാവിയിലെ കാര്യങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി കാണുകയും അവർ ജീവിക്കുന്ന ശൈലിയെക്കുറിച്ചും, അവരൊരു വാഹനം എടുത്താലോ അവർ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചാലോ ഒക്കെ തന്നെ അന്ന് ഞങ്ങൾ സഹായിച്ചത് കൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇവരൊന്നുമില്ലാതെ അലിഞ്ഞു തീർന്നേനെ എന്ന രീതിയിലൊക്കെ തന്നെ അവരെ 24 hours കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം കൂടി മലയാളിക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇര തന്നെയാണ് നമ്മുടെ സ്വന്തം രേണു സുധി എന്ന് പറയുന്ന ആ സ്ത്രീ. ഒരുപക്ഷെ അവരുടെ ജീവിത ശൈലി, അവർ ഇപ്പോൾ ജീവിക്കുന്ന രീതി, അവർ വരുമാനം കണ്ടെത്താനെടുത്ത മാർഗം, അങ്ങനെ പലതും അവർക്ക് കേരളത്തിലെ പൊതുസമൂഹം ഒരു വില്ലൻ ക്യാരക്ടർ ചാർത്തി കൊടുക്കുക. അവർ ശരിക്കും പറഞ്ഞാൽ സുധി എന്ന മാന്യനായ കലാകാരനെ പറ്റിച്ച് ജീവിക്കുകയാണ്, അവരുടെ മക്കളെ പറ്റിച്ച് ജീവിക്കുകയാണ്, അങ്ങനെ പലതും പറയുകയും അവർക്കെതിരെ 24 hours അവർക്കെതിരെ കുറ്റപ്പെടുത്തലുകൾ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള രേണു സുധിയെക്കുറിച്ച് ഇന്നലെ ഒരു ഇന്റർവ്യൂ വരികയുണ്ടായി. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ യുവതിയെ കുറച്ചെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂ കണ്ടാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഇഷ്ടക്കേട് പോയി അവരോട് കുറച്ചെങ്കിലും ഇഷ്ടം കൂടാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം വൃത്തികെട്ട ചോദ്യങ്ങളാണ് അതിലൂടെ ആങ്കർ ആ സ്ത്രീയോട് ചോദിക്കുന്നത്. അതിന് കൃത്യമായ രീതിയിൽ അവർ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്, അതും പുഞ്ചിരി മുഖത്ത് നിന്ന് മായാതെ രീതിയിൽ. ഒരുപക്ഷെ ഇത്രയ്ക്കും വൃത്തികെട്ട ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിട്ട് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ പ്രകോപനപരമായി സംസാരിക്കാം, ആളുകൾക്കിടയിൽ ഇനിയും എങ്ങനെ ഇകഴ്ത്തി കാണിക്കാം, എങ്ങനെ താറടിച്ച് കാണിക്കാം, എങ്ങനെ ഇൻസൾട്ട് ചെയ്യിപ്പിക്കാം എന്നതിൻ്റെ യഥാർത്ഥ ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ ആ ആങ്കർ അതിലൂടെ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ കേട്ട് ഒരു തരത്തിലും പതരാതെ അതിന് കൃത്യമായ മറുപടി നൽകാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും ഇന്റർവ്യൂക്കിടയിലൂടെ അവതാരകയ്ക്ക് പകരം അവിടെ ആരാണോ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന അവരാണ് പലപ്പോഴും ഇറങ്ങിപ്പോവുകയും ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാൻ ശ്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്യും. എന്നാൽ രേണു സുധിയുടെ ഇന്നലത്തെ ഇന്റർവ്യൂവിൽ അവസാനം ആങ്കർ തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഒക്കെയും തന്നെ അവിടെ സൃഷ്ടിക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ റീച്ചിന് വേണ്ടിയൊക്കെ ആയിരിക്കാം എങ്കിൽ പോലും ആ സാഹചര്യങ്ങളിൽ ഒന്നും തന്നെ പതറാതെ അവർ കൃത്യമായ രീതിയിൽ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരാളെ സഹായിച്ചാൽ അവർ പിന്നീട് എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കി ഒരുപക്ഷെ ഒരു തരത്തിലും അവരെ സഹായിക്കാത്ത പല ആളുകളുമായിരിക്കാം ഇത്രയുമൊക്കെ ബാഡ് കമന്റും അവരെ ബുദ്ധിമുട്ടിക്കുവാൻ പലപ്പോഴും തയ്യാറായി വരുന്നത്. അവർ റീലെടുത്ത് ജീവിച്ചോട്ടെ, പല ആളുകളും റീൽസ് എടുത്തും മറ്റ് പലതും ചെയ്ത് ജീവിക്കുന്നുണ്ട്. എന്തിന് സെക്സ് വർക്കേഴ്സ് ആയി വരെ ഇവിടെ ആളുകൾ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെയും തന്നെ അവരുടേതായ സ്വാതന്ത്ര്യം, അവരുടേതായ ന്യായീകരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ചെയ്യുന്ന റീൽസിനോട് ഇത്രത്തോളം വെറുപ്പ് കാണിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ ജീവിതമാർഗം അവരെങ്ങനെ കണ്ടെത്തുന്നു എന്നത് അവരുടെ മാത്രം ഇഷ്ടമാണ്. നിങ്ങൾ ഒരു പക്ഷേ തകർന്നിരുന്ന സമയത്ത് അവരെ സഹായിക്കാൻ ായിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ സഹായിച്ചല്ലോ എന്നും പറഞ്ഞ് ഫുൾ ടൈം അവരുടെ ജീവിതത്തെ ഇരുട്ടടിച്ച് കാണിക്കുന്നതിന് പകരം നിങ്ങൾ ആ സമയത്ത് അവർക്ക് സഹായം നൽകേണ്ടത് അത്യാവശ്യമായിരുന്നു, അത് ചെയ്ത് ഇനി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ എന്ന് തീരുമാനിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ നമ്മൾ ചെയ്ത സഹായത്തിന്റെ പേരിൽ വീണ്ടും 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 അവർ ഇങ്ങനെ തന്നെ ജീവിക്കാൻ പാടുള്ളൂ, അവർ ഫുൾ ടൈം കരഞ്ഞ് മെഴുകി തന്നെ ജീവിക്കണം, അവർ എപ്പോഴും നമ്മുടെ സഹായം ആവശ്യപ്പെടേണ്ടവർ മാത്രമാണ്, അവർ ഒരിക്കലും തന്നെ സന്തോഷിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ചിന്ത തീർച്ചയായിട്ടും മാറ്റിയേ മതിയാവും. ഏതൊരു മനുഷ്യനും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അത് നിറവേറ്റാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ വഴികൾ തിരഞ്ഞെടുക്കുകയും അങ്ങനെ മുമ്പിലോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യും. അതിലൊക്കെ അവർക്ക് സന്തോഷം, ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ജീവിതം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർക്ക് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരെന്ത് ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടെത്തുന്ന ഇതുപോലുള്ള പ്രവണത അവരെ വിളിച്ച് പലപ്പോഴും ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളുടെ ഒക്കെ തന്നെ ഉദ്ദേശം അവരെ എങ്ങനെയെങ്കിലും വീണ്ടും വീണ്ടും മോശക്കാരായി കണ്ടെത്തുക, ആളുകളെ കൊണ്ട് വീണ്ടും വീണ്ടും എന്തെങ്കിലും പറയിപ്പിച്ച് അതിലൂടെ ചാനൽ വീണ്ടും റീച്ചിലേക്ക് എത്തിക്കുക എന്ന രീതിയിലായിരിക്കും പല ഇന്റർവ്യൂവേഴ്സ് ഒക്കെയും തന്നെ ശ്രമിക്കും. അവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചെങ്കിലും ഒന്നിൽ പോലും വഴുതി മാറി
തൻ്റെ പക്വമായ മറുപടി, തൻ്റെ വാശിയും വൈരാഗ്യവും ഒന്നും തന്നെ അവരുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ, ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന കൃത്യമായ ബോധത്തോടു കൂടി അവർ കൃത്യമായ രീതിയിൽ തന്നെ പുഞ്ചിരി മായാതെ മറുപടി നൽകാൻ പറ്റിയ അവരുടെ ആ കഴിവിനെ തീർച്ചയായിട്ടും അഭിനന്ദിച്ചേ മതിയാവും. ഇതുപോലുള്ള ഇന്റർവ്യൂവർ തീർച്ചയായിട്ടും ഇനിയെങ്കിലും എങ്ങനെ ആളുകളോട് ചോദ്യം ചോദിക്കാം, എങ്ങനെ ആളുകളോട് മാന്യമായി പെരുമാറാം എന്നതെങ്കിലും മിനിമം പഠിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം അത്രത്തോളം വെറുപ്പിക്കലായിരുന്നു ആ ഇന്റർവ്യൂവർ രേണുസുധിയോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളിലും ഉണ്ടായിരുന്നത്. രേണുസുധി ഒരുപാട് അഹങ്കാരമുള്ള വ്യക്തിയാണെന്ന് ആളുകൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെയും തന്നെ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഇന്റർവ്യൂവർക്ക് എത്രമാത്രം അഹങ്കാരമുണ്ട് എന്ന കാര്യം. മിനിമം LP സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ വിവരം പോലും ആ അവതാരകയ്ക്ക് ഇല്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തു തന്നെയായാലും അവരുടെ വൃത്തികെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ ക്ഷമയോടെ അത്രയും സമയം അവിടെ ഇരിക്കാൻ കാണിച്ച മനസ്സിന് തീർച്ചയായിട്ടും രേണുസുധിയെ അഭിനന്ദിച്ചേ മതിയാവും.